നടൻ രവികുമാർ വിട പറഞ്ഞു. ഒരു കാലഘട്ടത്തിലെ പ്രണയസങ്കല്പങ്ങളുടെ കാമുക രൂപമായിരുന്നു രവികുമാർ. മലയാളികൾക്കെന്നല്ല, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മറക്കാൻ കഴിയാത്ത ട്രെൻഡ് സെറ്റർ സിനിമകളിലെ നായകൻ. തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞത് മലയാള സിനിമയിലെ പ്രണയമുഖമാണ്. രോഗബാധിതനായി ചികിത്സയിലായിരുന്നു രവികുമാർ. വെള്ളിയാഴ്ച രാവിലെ ചെന്നൈയിലായിരുന്നു അന്ത്യം. തൃശൂർ സ്വദേശികളായ കെ.എം. മേനോന്റെയും ആർ. ഭാരതിയുടെയും മകനാണ് രവികുമാർ. ചെന്നൈയിലായിരുന്നു ജനനം. രവികുമാർ എന്ന രവികുമാർ മേനോൻ 1967 സിനിമയിൽ തുടക്കമിട്ടത്. ഇന്ദുലേഖ എന്ന ചിത്രത്തിലൂടെ രവികുമാർ എന്ന രവികുമാർ മേനോൻ 1967 സിനിമയിൽ തുടക്കമിട്ടത്. 1976 റിലീസ് ചെയ്ത അമ്മ എന്ന ചിത്രം രവികുമാറിനെ മലയാളത്തിൽ ശ്രദ്ധേയനാക്കി. എം. കൃഷ്ണൻ നായരാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. തുടർന്ന് 100-ലേറെ മലയാളം, തമിഴ് സിനിമകളിലും TV പരമ്പരകളിലും വേഷമിട്ടു. 1970കളിലും 80കളിലും രവികുമാർ വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്നു. കരിയറിലുടനീളം ലെജൻഡറി സംവിധായകരോടും അഭിനേതാക്കളോടുമൊപ്പം രവികുമാർ പ്രവർത്തിച്ചു. ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിരവധി സിനിമകളുടെ ഭാഗമായി. എന്നെന്നും ഓർക്കുന്ന നിരവധി പ്രണയനായകന്മാരെ വെള്ളിത്തിരയിൽ അനശ്വരമാക്കി. മലയാള സിനിമയിൽ സംഗീത വിസ്മയം തീർത്ത സംഗീത സംവിധായകൻ രവീന്ദ്രനാണ് രവികുമാറിന്റെ കഥാപാത്രങ്ങൾക്ക് പതിവായി ശബ്ദം നൽകിയത്. അന്നദ്ദേഹം രവീന്ദ്രനായിരുന്നില്ല, കുളത്തുപുഴ രവിയായിരുന്നു. നിരവധി അനശ്വരഗാനങ്ങളിൽ പ്രണയനായകനായി നിറഞ്ഞാടിയിട്ടുണ്ട് രവികുമാർ. ലിസ, അവളുടെ രാവുകൾ, അങ്ങാടി, സർപ്പം തുടങ്ങി മലയാള സിനിമയിൽ വഴിത്തിരിവായ നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി രവികുമാർ. CBI 5 അവസാനം അഭിനയിച്ച ചിത്രം. ശ്രീനിവാസ കല്യാണം, ദശാവതാരം തുടങ്ങിയ സിനിമകളിലൂടെ തമിഴിലും രവികുമാർ ശ്രദ്ധേയനായി. 70കളിലും 80കളുടെ തുടക്കത്തിലും തെന്നിന്ത്യൻ സിനിമയെ പ്രണയതരിളിതമാക്കിയ രവികുമാർ എന്നെന്നും ഓർക്കപ്പെടും. പ്രിയ നടന് പ്രണാമം.